എല്ലാവർക്കും ഞങ്ങളുടെ നമസ്കാരം. ആർട്ടൂസിൽ നിന്ന് റിജിൻസും മനീഷയും. ഇന്ന് ഞങ്ങൾക്ക് പറയാനുള്ള ഒരു കാര്യമുണ്ട്. ഇന്ന് ഒരു അപ്പാർട്ട്മെൻറ്റ് സെയിലിനെ കുറിച്ചാണ് വന്നിട്ട്. അതായത് SFSൻ്റെ ഗ്രാൻഡ് വില്ല അപ്പാർട്ട്മെൻറ്റ് എന്ന് പറയും. അത് വരുന്നത് നമ്മുടെ പൂക്കാട്ടുപടി എടപ്പള്ളി റോഡിൻ്റെ സൈഡിൽ നിന്ന് തൃക്കാക്കര അമ്പലത്തിനോട് ചേർന്നുള്ളൊരു അപ്പാർട്ട്മെൻറ്റാണ് വന്നിട്ട്. അപ്പം ഇതൊരു 16 ഫ്ലോർ അപ്പാർട്ട്മെൻറ്റാണ്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ലുലുവിലേക്ക് ഏകദേശം 4-5 മിനിറ്റ് ഡ്രൈവ് ചെയ്യാനുള്ളത്. അതുപോലെ നൈപുണ്യ സ്കൂള് തൊട്ടടുത്ത് തന്നെയാണ്. സീപോർട്ട് എയർപോർട്ട് തൊട്ടടുത്ത് തന്നെയാണ്. അപ്പം ഇതാണ് ഞങ്ങൾക്ക് ഈ ഫ്ലാറ്റാണ് ഇന്ന് സെയിൽ ചെയ്യാനുള്ള കുറിച്ചുള്ള. ഇതൊരു 3 ബെഡ്റൂം അപ്പാർട്ട്മെന്റ് ആണ്. ഏകദേശം 1900 സ്ക്വയർ ഫീറ്റ് വരുന്ന 16 നിലയായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു അപ്പാർട്ട്മെന്റ് ആണ്. ഇത് നല്ല സ്പേസിയസ് ആയിട്ട് ഇന്റീരിയർ ചെയ്തിരിക്കുന്ന ഒരു ഫുള്ളി ഫേർണിഷ്ഡ് അപ്പാർട്ട്മെന്റ്. നല്ല രസമായിട്ട് അതിന്റെ ഇന്റീരിയറും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണാം. ഇത് പ്രത്യേകിച്ച് ഒരു കാര്യമുണ്ട്. ഇതൊരു വനിതാ മാഗസിനിൽ ഒരു കാലത്ത് വന്നൊരു അപ്പാർട്ട്മെന്റ് ആണ്. അപ്പം നമുക്ക് ഇതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നമുക്ക് കാണാം. നമുക്ക് ഇന്ന് ഈ ഫ്ലാറ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാം. ഒരു വിശാലമായ ഒരു ലിവിങ് ഏരിയ ഉണ്ട് വന്നിട്ട്. അപ്പോൾ ഒരു സോഫ സെറ്റ് എൽ ഷേപ്പിലുള്ളൊരു സോഫ സെറ്റ് ഇരിക്കുന്നത് വന്നിട്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇവിടെ തന്നെ ഒരു നല്ലൊരു ബാൽക്കണി ഉണ്ട് വന്നിട്ട്. ഈ ബാൽക്കണി എന്ന് പറഞ്ഞാൽ നല്ല ഗ്രീനറി ബാൽക്കണി, നല്ല വ്യൂ ഉള്ളൊരു ബാൽക്കണിയാണ് വരുന്നത് വന്നിട്ട്. അതുപോലെ തന്നെ ഇവിടെ ഇരുന്ന് നമുക്ക് TV കാണാം. ഈ സോഫയിൽ ഒരു സിംഗിൾ സോഫ സെറ്റ് ഇവിടെ ഉണ്ട് വന്നിട്ട്. ഇതൊരു ഡൈനിങ് ഏരിയ ആണ്. 6 സീറ്റർ ഉള്ളൊരു ഡൈനിങ് ഏരിയ ആണ്. ഒരു സൈഡ് ബെഞ്ചാണ് കൊടുത്തിരിക്കുന്നത്, കുഷ്യൻ ബെഞ്ചും പിന്നെ 3 ചെയറാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ നോക്കിയാൽ ഒരു പ്രയർ ആണ്. ഒരു പ്രയറിൻ്റെ ഒരു സ്പേസ് നല്ല രീതിയിൽ അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ആ കോർണറിലാണ് നമ്മുടെ വാഷ് ഏരിയ വരുന്നത്. അത് ഇവിടുന്ന് ഈ ഡൈനിങ് ഏരിയ ഒന്നും കാണത്തില്ല. അതുപോലെ തന്നെ ക്രോക്കറി ഷെൽഫ് ഇവിടെ ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ അതിൻ്റെ സീലിങ്ങും ലൈറ്റ്സും എല്ലാം കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു അറ്റ്മോസ്ഫിയർ അല്ലേ അകത്തേക്ക്. നമുക്ക് ഇനി അടുത്ത് ബെഡ്റൂമിലേക്ക് നടക്കാം. ഇന്റീരിയർ ചെയ്തിരിക്കുന്ന ഒരു ബെഡ്റൂമാണിത്. ഒരു വൈറ്റ് തീമാണ് ഈ ബെഡ്റൂമിന് കൊടുത്തേക്കുന്നത്. അതുപോലെ അതിൻ്റെ സെൽഫും അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രം ക്രമീകരിച്ചിരിക്കുന്ന ഒരു റൂമാണിത്. ഒരുപാട് ഇങ്ങനെ ഒത്തിരി ഫർണിഷ് ചെയ്ത് അങ്ങനെ ഉള്ളൊരു സ്പേസ് അല്ല. നല്ല അത്യാവശ്യം വേണ്ടത് മാത്രം സെറ്റ് ചെയ്ത ഒരു സ്റ്റഡി ടേബിളുണ്ട്. അതുപോലെ ഒരു ചെയറുണ്ട്. ഇതെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്ന നല്ലൊരു ബെഡ്റൂമാണിത്. ഗസ്റ്റ് ബെഡ്റൂമാണിത്. അറ്റാച്ച്ഡ് ടോയ്ലറ്റോട് കൂടിയ ഒരു ബെഡ്റൂമാണ്. നല്ല രീതിയിൽ ഒരു വൈറ്റ് തീമൊക്കെ ആയിട്ട് കൊടുത്ത് നല്ലൊരു ടോയ്ലറ്റാണ് കൊടുത്തിരിക്കുന്നത്. മാസ്റ്റർ ബെഡ്റൂമാണ്. നല്ല വിശാലമായ മാസ്റ്റർ ബെഡ്റൂമാണ് കേട്ടോ. ഇത് ഇവിടെ ഒരു സ്റ്റഡി ടേബിൾ കൊടുത്തിട്ടുണ്ട്. കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇങ്ങോട്ട് വരുമ്പോഴാണ് ഇവിടെയാണ് ബെഡ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനൊരു വിൻഡോ, നല്ലൊരു ഗ്രീനറി വിൻഡോ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. ഒരു വുഡൻ ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് വാർഡ്രോബ്സ് ഈ സൈഡിലാണ് കൊടുത്തിരിക്കുന്നത്. ഒരു വൈറ്റ് തീം വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇങ്ങോട്ട് വരുമ്പോൾ കാണാം നമുക്ക് ഈ ബാൽക്കണിയിൽ നിന്ന് നല്ലൊരു വ്യൂ ആണ് വന്നിട്ട്. ഇങ്ങോട്ട് വരുമ്പോൾ നല്ലൊരു വ്യൂ കാണുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ ഒരു ഹെഡ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡ് ടേബിൾ, 2 സൈഡ് ടേബിൾ കൊടുത്തു. ഇതിൻ്റെ ഒരു ഹെഡ് നമ്മുടെ തല വയ്ക്കുന്ന ഭാഗത്ത് നല്ലൊരു രീതിയിൽ നല്ലൊരു പിക്ചർ അവിടെയുണ്ട്. മറ്റേ ബെഡ്റൂമിൽ നിന്ന് വ്യത്യസ്തമാണല്ലേ ഇത്. കുറച്ച് കളർ ചേഞ്ച് ഉണ്ട് വന്നിട്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ഈ ബാത്റൂം ഈ സൈഡിലാണ് വരുന്നത് വന്നിട്ട്. നല്ലൊരു നമ്മുടെ ഷവർ പാർട്ടീഷൻ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ഇൻറ്റീരിയർ ചെയ്തൊരു ടോയ്ലറ്റാണ്. അടുത്തത് നമ്മൾ 3rd ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. കയറി ചെല്ലുന്ന സ്ഥലത്ത് തന്നെ ഒരു സ്റ്റഡി ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു ബെഡ്, ക്യൂൻ സൈസ് ബെഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ബാൽക്കണിയാണ്. നല്ല ഗ്രീനറി ആയിട്ടുള്ള നല്ലൊരു ബാൽക്കണി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു കോർണർ ടേബിൾസ് 2 കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ വാർഡ്രോബ്സ് നല്ല രീതിയിലൂടെ പണി കഴിച്ചിട്ടുണ്ട്. ഇതിൻ്റെ വാർഡ്രോബ്സ്. ഇതൊരു AC ബെഡ്റൂമാണ്. ഇതൊരു ബ്രൗൺ തീമിലാണ് ബെഡ്റൂം. അതെ, അതിനോട് അറ്റാച്ച് തന്നെയായിട്ടാണ് നമ്മുടെ ഇതിൻ്റെ ടോയ്ലറ്റ് വരുന്നത് എന്നിട്ട്. നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ ടോയ്ലറ്റും നമ്മുടെ ഷവർ പാർട്ടീഷനൊക്കെ ചെയ്ത് ഇവിടെ. നമ്മൾ ഈ വീടിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഏരിയയിലേക്കാണ് പോകണം, കിച്ചണാണല്ലോ ഒരു വീടിൻ്റെ ഏറ്റവും മർമ്മമായിട്ടുള്ള ഒരു സാധനം വരുന്നത്. അതുകൊണ്ടോ നമ്മളൊരു ഫാബറിൻ്റെ ഒരു ഹോബും ഒരു സ്റ്റവും കാര്യങ്ങളെല്ലാം കൂടെ 3 ബർണർ സ്റ്റൗവാണ് കൊടുത്തിരിക്കുന്നത്. നല്ല രീതിയിലുള്ളൊരു കിച്ചൺ ക്യാബിനറ്റൊക്കെ നല്ല രീതിയിൽ പണി കഴിപ്പിച്ചിട്ടുണ്ട്. താഴെയാണെങ്കിലും ഇതിൻ്റെ ടോപ്പൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു നല്ല രീതിയിലുള്ള ഫ്രിഡ്ജ്, വലിയ ഫ്രിഡ്ജ് ഇവിടെ വെക്കാനുള്ള ഒരു ചെറിയ കിച്ചൺ ആണെങ്കിൽ അത് നല്ല രീതിയിൽ സെറ്റ് ചെയ്ത്. അതുപോലെ തന്നെ AC കൊടുത്തൊരു കിച്ചൺ നമ്മൾ വളരെ റെയറായിട്ട് കാണുന്നൊരു കാര്യം. അതുപോലെ തന്നെ ഇവിടെയാണ് നമ്മുടെ സെർവൻറ്റ് ക്യാബിൻ വരുന്നത്. സെർവൻറ്റ് താമസിക്കാനുള്ള ഒരു രീതിയിൽ കോട്ടൊക്കെ സെറ്റ് ചെയ്ത് അതിനോട് അറ്റാച്ച്ഡ് ആക്കിയിട്ട് ഒരു
വാഷ് ഏരിയ ഉണ്ട്. വാഷ് ഏരിയ ഉണ്ട്. അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സ്പേസ് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തിരിക്കുന്ന ഒരു കിച്ചണാണിത്. ഒത്തിരി അങ്ങനെ വലിച്ചു വാരി അങ്ങനെ ഒരു ടൈപ്പ് അല്ല. അതിന്റെ ക്യാബിൻസ് ഒക്കെ വളരെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വീട്ടിൽ എല്ലാം നല്ല ക്വാളിറ്റിയുള്ള ബ്രാൻഡഡ് മെറ്റീരിയലുകൾ ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും അതെ. ഇപ്പം വീഗാർഡിൻ്റെ ഗീസർ ആയിക്കോട്ടെ, നമ്മുടെ സോഫ സെറ്റി ആയിക്കോട്ടെ, ഇതിൻ്റെ വുഡൻ സാധനങ്ങളായിക്കോട്ടെ, എല്ലാം നല്ല ക്വാളിറ്റിയിൽ ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ വീടിന് ഒരു വേറെ പ്രത്യേകത വെച്ചാൽ ഇതിൻ്റെ CCTV ക്യാമറ ഇതിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു മെയ്ഡൊക്കെ ഉള്ളൊരു സമയത്ത് നമുക്ക് പുറത്തേക്ക് പോകുമ്പോൾ നമുക്ക് ഇരുന്ന് വാച്ച് ചെയ്യാം. അതുകൊണ്ട് നല്ല ആംബിയൻസ്, നല്ലൊരു പോസിറ്റീവ് ഫീലായി വീട്ടിലേക്ക്. ഉള്ളിൽ കയറുമ്പോൾ നല്ല കാറ്റും വെളിച്ചമൊക്കെ ഉള്ള ഒരു റൂംസ് ആണ്. എല്ലാ റൂമും അങ്ങനെയല്ലേ അറേഞ്ച് ചെയ്തിട്ട്. അങ്ങനെയാണ് നമ്മുടെ പൂള് വരുന്നത്. വന്നിട്ട് നല്ലൊരു വലിയ പൂളാണ്, നല്ല വൃത്തിയുള്ള നല്ലൊരു പൂള്. അതുപോലെ തന്നെ കിഡ്സ് പൂളും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സൈഡിലാണ് നമ്മുടെ റൈറ്റ് സൈഡിൽ അവിടെ ടേബിൾ ടെന്നീസ് ഒരു ടേബിളും കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ സൈഡിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ ഒരു പാർട്ടി ഹോളൊക്കെ ആ സൈഡിലേക്ക് വരും. അതുപോലെ തന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഇവിടെയാണ് ഇതിൻ്റെ ജിമ്മൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് ജിമ്മ് വരുന്നത്. ജിമ്മൊക്കെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടോ? എല്ലാ എക്യുപ്മെന്റ്സും അതെ.